ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ദീപക് വ്ലോഗർ. ഞാനിന്നൊരു പുതിയൊരു വീഡിയോ വ്ലോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിൽ ജനുവരി മാസം സെക്കൻഡ് വീക്കിൽ OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ വ്ലോഗാണ്. അപ്പോൾ നമുക്ക് സമയം വെച്ചാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. കില്ലർ സൂപ്പ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. മനോജ് വാജ്പേയി അതുപോലെ തന്നെ ലാൽ നാസർ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു വെബ് സീരീസാണ് കില്ലർ സൂപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു വെബ് സീരീസ് എന്ന് പറയുക നെറ്റ്ഫ്ലിക്സിലൂടെയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഈ വരുന്ന ജനുവരി മാസം സെക്കൻഡ് വീക്ക്, അതായത് ജനുവരി മാസം 11-ാം തീയതി ഈ ഒരു വെബ് സീരീസ് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ബ്ലാക്ക് കോമഡി ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മൺട്രോ തുരുത്ത് എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. 2016 ഇറങ്ങിയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു മൺട്രോ തുരുത്ത് എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൽ ഇന്ദ്രൻസ്, അതുപോലെ തന്നെ അലൻസിയർ, പിന്നെ അതുപോലെ തന്നെ അനിൽ നെടുമങ്ങാട്, അഭിജ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു അവാർഡ് മൂവിയാണ് മൺട്രോ തുരുത്ത് എന്ന് പറയുന്നത്. ഈ ഒരു മൂവി ഇപ്പോൾ ഈ വരുന്ന ജനുവരി മാസം 12-ാം തീയതി നമ്മുടെ മനോരമ മാക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മലയാളം ഭാഷയിൽ മാത്രമാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ, ഈ ഒരു കൊച്ചു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് തമിഴ് മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. സെവപ്പി എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. രശികാന്ത് അതുപോലെ തന്നെ പൂർണിമ രവി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു സെവപ്പി എന്ന് പറയുന്നത്. ഈ ചിത്രം ഈ വരുന്ന നമ്മുടെ ജനുവരി മാസം 12-ാം തീയതി ആഹാ തമിഴിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. തമിഴ് ഭാഷയിൽ മാത്രമാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ചേരൻസ് ജേണി എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ ശരത് കുമാറും അതുപോലെ തന്നെ പ്രസന്ന, നരേൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു ജേണിയെ ബാലൻസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ചേരൻസ് ജേണി എന്ന് പറയുന്ന ഒരു വെബ് സീരീസ്. സോണി ലിവിലൂടെ അവർ പുറത്തിറക്കുന്ന ഒരു തമിഴ് വെബ് സീരീസാണ് ചേരൻസ് ജേണി എന്ന് പറയുന്നത്. ഈ വരുന്ന ജനുവരി മാസം 12-ാം തീയതി ഈ ഒരു വെബ് സീരീസ് സോണി ലിവിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെയാണ് സോണി ലിവിലൂടെ ഈ ഒരു ചേരൻസ് ജേണി എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു കൊച്ചു വെബ് സീരീസിന്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സലാർ എന്ന് പറയുന്ന ഒരു ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പ്രഭാസ് അതുപോലെ തന്നെ പൃഥ്വിരാജ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് തിയേറ്ററിൽ വലിയൊരു ഓളമാക്കി എടുത്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു. ഡിസംബർ മാസം തിയേറ്ററിൽ റിലീസ് ചെയ്ത് വലിയൊരു ഓളം സൃഷ്ടിച്ച ഒരു ബ്ലോക്ക് ബസ്റ്റർ റേറ്റ് അടിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു സലാർ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമായിട്ടുള്ള നെറ്റ്ഫ്ലിക്സ് ആണെന്നുള്ള ആൾക്കും അറിയാം. ഈ ചിത്രം ചിലപ്പോൾ ഈ വരുന്ന ജനുവരി മാസം 12-ാം തീയതി ഈ ഒരു ചിത്രത്തിന്റെ ലീക്ക്ഡ് പ്രിന്റ് റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. തമിഴ് ഭാഷയിലായിരിക്കും ലീക്ക്ഡ് പ്രിന്റ് വരാൻ സാധ്യതയുള്ളത്. എന്ത് പ്ലാറ്റ്ഫോമിലായിരിക്കും OTT ആയിട്ട് ലീക്ക്ഡ് പ്രിന്റ് റിലീസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ജോ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ റിയോരാജ് അതുപോലെ തന്നെ മാളവിക, മനോജ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് നവംബർ മാസം തിയേറ്ററിൽ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തു പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയ ഡിസ്നി വേർഡ്സ് ഹോട്ട്സ്റ്റാർ ആണ്. ഡിസ്നി വേർഡ്സ് ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം ഈ വരുന്ന ജനുവരി മാസം 15-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു കൊച്ചു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ദ മാർവൽ സ്റ്റുഡിയോസിന്റെ ദ മാർവൽസ് എന്ന് പറയുന്ന ഒരു ചിത്രത്തിന്റെ ഒരു അപ്ഡേറ്റ് ആണ്. ഈ ഒരു ചിത്രം ഈ വരുന്ന ജനുവരി മാസം 16-ാം തീയതി ആമസോൺ പ്രൈമിലൂടെയും ആപ്പിൾ TVയിലൂടെയും സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഈ വരുന്ന ജനുവരി 16-നാണ് ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അതിനുശേഷം ഈ ഒരു ചിത്രം ബ്ലൂറേ പ്രിന്റ് ആയിട്ടും ജനുവരി 19-നൊക്കെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഫിലിപ്സ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ മുകേഷ് അതുപോലെ തന്നെ ഇന്നസെന്റ്, നോബൽ ബാബു എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് ഡിസംബർ മാസം 1-ാം തീയതി തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഫിലിപ്സ് എന്ന് പറയുന്നത്. ഒരുപാട് പ്രൊമോഷന്റെ ഭാഗമായിട്ട് എത്തിയിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ ബിസിനസ് പറയുന്നത് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. ചിത്രം തിയേറ്ററിൽ വൻ ഫ്ലോപ്പായി മാറുകയായിരുന്നു. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് നമ്മുടെ മനോരമ മാക്സ് അതുപോലെ തന്നെ സിംപ്ലി സൗത്തും അതുപോലെ തന്നെ നമ്മുടെ ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം 19-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ ഒരു അപ്ഡേറ്റ് ആണ്. ഹിന്ദി മൂവി അല്ല, ഒരു വെബ് സീരീസ് ആണ്. ഇന്ത്യൻ പോലീസ് ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു വെബ് സീരീസിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ സിദ്ധാർത്ഥ് മൽഹോത്ര, ശില്പ ഷെട്ടി അതുപോലെ തന്നെ വിവേക് ഒബ്രായ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച് രോഹിത് ഷെട്ടി സംവിധാനം ചെയ്ത ചിത്രമാണ് ദ ഇന്ത്യൻ പോലീസ് ഫോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസ് ഈ വരുന്ന ജനുവരി മാസം 19-ാം തീയതി ഹിന്ദി ഭാഷയിൽ മാത്രമാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇനിയും ദിവസങ്ങളുള്ളതുകൊണ്ട് ചിലപ്പോൾ ഈ ചിത്രത്തിന്റെ പാൻ ഇന്ത്യ ഭാഷ റിലീസ് കൂടി ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു
അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മലയാളത്തിൽ നിന്നുള്ള മറ്റൊരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ജയ് മഹീന്ദ്രൻ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. സോണി ലീവിലൂടെ അടുത്തായിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു വെബ് സീരീസ് ആണ് ജയ് മഹീന്ദ്ര എന്ന് പറയുന്ന ഈ ഒരു വെബ് സീരീസിന്റെ OTT റിലീസ് ഈ വരുന്ന ഫെബ്രുവരി മാസം 9-ാം തീയതിയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. ഈ വെബ് സീരീസിന്റെ കൂടിയ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എത്ര എപ്പിസോഡ് ഉണ്ടെന്ന് എത്ര ആൾക്കാർ അഭിനയിക്കുന്നുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. സമയമുള്ളതുകൊണ്ട് തന്നെ ഫെബ്രുവരി മാസം സ്റ്റാർട്ടിങ്ങോട് കൂടിയിട്ടായിരിക്കും ഇതിന്റെ പ്രൊമോഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒഫീഷ്യലി ഈ ചിത്രത്തിന്റെ ടീസർ പുറത്തു വന്നപ്പോൾ അതിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഫെബ്രുവരി മാസം 9-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്നുള്ള അപ്ഡേറ്റ്. അത് നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്തതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. എക്സ്ട്രാ ഓർഡിനറി മാൻ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നിതിൻ അതുപോലെ തന്നെ സുദേവ് കൃഷ്ണ അതുപോലെ തന്നെ ശ്രീലീല എന്നിവർ കേന്ദ്രദാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ചിത്രമായിരുന്നു എക്സ്ട്രാ ഓർഡിനറി മാൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം ഡിസംബർ മാസം 8-ാം തീയതി തിയേറ്ററിൽ റിലീസ് ചെയ്ത് കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയതുമായിട്ടുള്ള ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ഡിസ്നി വേർഡ്സ് ഹോട്ട്സ്റ്റാർ ആണ്. ഡിസ്നി വേർഡ്സ് ഹോട്ട്സ്റ്റാറിലൂടെ ഈ ചിത്രം ഈ വരുന്ന ജനുവരി മാസം 19-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കാനുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ആയിരിക്കും ഡിസ്നി വേർഡ്സ് ഹോട്ട്സ്റ്റാർ ഈ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. അനിമൽ എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ രൺബീർ കപൂർ, രശ്മിക മന്ദാന, ബോബി ഡിയോൾ, അനിൽ കപൂർ എന്നിവർ കേന്ദ്രദാത്രമായിട്ട് അഭിനയിച്ച് കഴിഞ്ഞ മാസം തിയേറ്ററിൽ റിലീസ് ചെയ്ത് ബോളിവുഡിൽ വലിയൊരു വിജയം നേടിയെടുത്ത് പോയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു അനിമൽ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം എന്ന് വരെ നോക്കുകയാണെങ്കിൽ ജനുവരി മാസം 26-ാം തീയതി സ്ട്രീമിംഗ് റിപ്പബ്ലിക് ഡേയുടെ അന്ന് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുള്ളൊരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ, അതും പാൻ ഇന്ത്യൻ ലെവലിലായിരിക്കും ചിത്രം റിലീസ് ചെയ്യാന്നുള്ളൊരു അപ്ഡേറ്റും കേൾക്കുന്നുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെയും ചിലപ്പോൾ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുള്ളൊരു അപ്ഡേറ്റും കൂടെ പുറത്ത് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഏജന്റ് എന്ന് പറയുന്ന ഒരു ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. അഖിൽ അക്നേനി, മമ്മൂക്ക എന്നിവർ കേന്ദ്രദാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ത്രില്ലർ ഭാവത്തിലെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ഏജന്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ റിലീസ് ചെയ്ത് ഒരുപാട് തവണ 2-3 തവണ അടുപ്പിച്ച് സോണി ലീവിലൂടെ ചിത്രത്തിന്റെ റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ അവർ റിലീസ് ചെയ്യാതിരുന്നുള്ള ഒരു ചിത്രമായിരുന്നു ഏജന്റ് എന്ന് പറയുന്നത്. ഈ ചിത്രം ഒഫീഷ്യലി ഈ ചിത്രം ജനുവരി മാസം 26-ാം തീയതി സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് കേൾക്കുന്നുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷയിലും സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റും കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയിട്ട്.